പ്രിയ വിദ്യാർത്ഥികളെ നമസ്കാരം. സോഷ്യോളജി 4th ചാപ്റ്റർ മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന പാഠഭാഗമാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ പോയിൻ്റായ അണ്ടർസ്റ്റാൻഡിങ് ക്യാപിറ്റലിസം ആസ് എ സോഷ്യൽ സിസ്റ്റം എന്ന ടോപ്പിക്കാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. മുതലാളിത്തം എന്താണെന്നും അതിൻ്റെ പ്രവണതകൾ എന്തൊക്കെയാണെന്നും നേരത്തെ നാം പഠിക്കുകയുണ്ടായി. കാൾ മാർക്സിൻ്റെ അഭിപ്രായത്തിൽ ക്യാപിറ്റലിസം ആസ് എ സിസ്റ്റം പ്രൊഡ്യൂസിങ് ഡിഫറെൻറ്റ് കമ്മോഡിറ്റീസ് ടു ബി സോൾഡ് ഇൻ ദ മാർക്കറ്റ്, മാർക്കറ്റിൽ വിൽക്കുന്നതിന് വേണ്ടി വ്യത്യസ്ത വസ്തുക്കൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് ക്യാപിറ്റലിസം എന്നാണ് കാൾ മാർക്സ് വിലയിരുത്തുന്നത്. മുതലാളിത്തത്തെ ഒരു ചരക്കുൽപാദന വ്യവസ്ഥയായിട്ടാണ് മാർക്സ് കണ്ടത്. മുതലാളിത്തത്തിലെ എല്ലാ ഉൽപ്പാദനവും ചരക്കുൽപാദനമായാണ് അഥവാ വിപണിയെ ലക്ഷ്യമാക്കിയുള്ള ഉൽപ്പാദനമായാണ് കാൾ മാർക്സ് വിലയിരുത്തുന്നത്. കൂലിവേല ഉപയോഗിച്ചാണ് ഈ ഉൽപ്പാദനം നടത്തുന്നത്. മാർക്സിൻ്റെ വീക്ഷണത്തിൽ എല്ലാ സാമ്പത്തിക വ്യവസ്ഥകളും സാമൂഹ്യ വ്യവസ്ഥകൾ കൂടിയാണ്. ഓരോ ഉൽപ്പാദന രീതിയിലും, പ്രത്യേകിച്ച് മോഡ് ഓഫ് പ്രൊഡക്ഷൻ നാം നേരത്തെ പഠിച്ചാണ്, അടിമത്തം, ഫ്യൂഡലിസം, മുതലാളിത്തം, ഉൽപ്പാദന ബന്ധങ്ങളുള്ളവയാണവ. അതൊരു പ്രത്യേക വർഗഘടനയ്ക്ക് രൂപം നൽകുന്നു. സമ്പദ് വ്യവസ്ഥയിൽ തിങ്സ് ഓർ ഗുഡ്സ് മാത്രമല്ല ഉള്ളതെന്ന് മാർക്സ് ചൂണ്ടിക്കാട്ടുന്നു. ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ അതിൻ്റെ പ്രധാന ഘടകമാണ്. ജനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് ഉൽപ്പാദന പ്രക്രിയയാണ്. മുതലാളിത്ത ഉൽപ്പാദന രീതിയിൽ അധ്വാനം തന്നെ ഒരു ചരക്കായി മാറുകയാണ്. അധ്വാനം എന്നുള്ളത് ഒരു ഉൽപ്പാദന ചരക്കായി മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് മുതലാളിത്തത്തിൻ്റെ പ്രത്യേകത. കൂലി കിട്ടുന്നതിന് വേണ്ടി തങ്ങളുടെ അധ്വാനശേഷി വിപണിയിൽ വിൽക്കാൻ തൊഴിലാളികൾ നിർബന്ധിതരാകുകയാണ്. ഇത് കാലക്രമേണ രണ്ട് വർഗങ്ങളുടെ ആവിർഭാവത്തിന് കാരണമാകുന്നു: മുതലാളി വർഗവും തൊഴിലാളി വർഗവും. ഇവയെക്കുറിച്ചും ഫസ്റ്റ് ഇയറിൽ മുതലാളിത്തത്തിൻ്റെ പഠിക്കുകയുണ്ടായി. അല്ലെങ്കിൽ മുതലാളിത്ത സമൂഹത്തിൻ്റെ രണ്ട് പ്രധാന സവിശേഷതകളാണ് കമ്മോട്ടൈസേഷനും കൺസംഷനും, വസ്തുവൽക്കരണവും ഉപഭോഗവും. മുതലാളിത്തം ലോകമെമ്പാടും വളർന്നു വന്നതോടുകൂടി വിപണികൾ എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുകയും എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ നഗരങ്ങളിലും ഒരുപോലെ മാർക്കറ്റുകളും വിൽപ്പന കേന്ദ്രങ്ങളും സജീവമാവുകയും അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിപണികൾ കടന്നു വരികയും ചെയ്തു. ഇതോടെ വസ്തുവൽക്കരണം അല്ലെങ്കിൽ കമ്മോട്ടൈസേഷൻ എന്ന പ്രക്രിയക്ക് ആരംഭം കുറിക്കുകയും ചെയ്തു. എന്താണ് വസ്തുവൽക്കരണം അല്ലെങ്കിൽ കമ്മോട്ടൈസേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. കമ്മോട്ടൈസേഷൻ occurs when things that were earlier not traded in the market become commodities. മുമ്പ് വിപണിയിൽ കച്ചവടം ചെയ്യാതിരുന്ന സാധനങ്ങൾ, ചരക്കുകൾ, വിൽപ്പന വസ്തുക്കൾ ആകുന്നതിനെയാണ് വസ്തുവൽക്കരണം എന്ന് പറയുന്നത്. Any item which did not have monetary value before and is being sold. മുമ്പ് മോണിറ്ററി വാല്യൂ ഇല്ലാതിരുന്ന പല വസ്തുക്കളും പിന്നീട് വിൽപ്പനക്കായുള്ള വസ്തുക്കളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് കമ്മോട്ടൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ണോടിച്ച് നോക്കിയാൽ ഇത്തരത്തിലുള്ള ഒരുപാട് വസ്തുക്കളെ കാണാൻ പറ്റും. മുമ്പ് സുലഭമായി ലഭിച്ചിരുന്ന വസ്തുക്കൾ, ഫ്രീ ആയി ലഭിച്ചിരുന്ന വസ്തുക്കൾ എല്ലാം തന്നെ കാശ് കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. കുടിവെള്ളം ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തെ ബാധിച്ചൊരു ഘടകമാണ്. കുടിവെള്ളം പണ്ട് കാലത്ത് വിൽക്കപ്പെടുന്ന വസ്തുവാണ് എന്ന് ആലോചിക്കാൻ പോലും പറ്റിയിരുന്നില്ല. ബോട്ടിൽ വാട്ടർ, നമ്മുടെ 1 ലിറ്റർ വെള്ളത്തിന് ഇന്ന് 13 രൂപ കൊടുത്തിട്ടാണ് നാം ഓരോരുത്തരും മേടിക്കുന്നത്. അതുപോലെ തന്നെ മണ്ണ് മുതൽ
പുല്ല് മുതൽ മണൽ മുതൽ എല്ലാ വസ്തുക്കളും ഇന്ന് വിൽപ്പന ചരക്കായി മാറി. നമ്മുടെ മനുഷ്യൻ്റെ അവയവങ്ങൾ പോലും വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന പ്രക്രിയ ഈ മുതലാളിത്തത്തിൻ്റെ ഭാഗമായി ഉണ്ടായി. നമ്മുടെ പല ഏജൻസികളും ഇതിൻ്റെ ഭാഗമായിട്ട് വന്നു. വിവാഹം അന്വേഷിക്കുന്നതും വിവാഹം നടത്തുന്നതും വിവാഹകർമ്മങ്ങളും സദ്യ പോലുള്ള മറ്റു അവശ്യ വസ്തുക്കളൊക്കെ കുടുംബം ചെയ്തിരുന്ന പല പ്രവർത്തനങ്ങളും ഏജൻസികളും ബ്യൂറോകളും അതുപോലെ തന്നെ കാറ്ററിംഗ് ഗ്രൂപ്പുകളുമെല്ലാം ഏറ്റെടുത്ത് അവയെല്ലാം വിലപിടിപ്പുള്ള വസ്തുക്കളാക്കി മാറ്റുന്ന പ്രവണത നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിനാണ് വസ്തുവൽക്കരണം എന്ന് പറയുന്നത്. മുതലാളിത്ത സമൂഹത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് കൺസംഷൻ അഥവാ ഉപഭോഗം. ഇതിന് ഇന്ന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഉപഭോഗത്തിന് പ്രതീകാത്മകമായ അർത്ഥങ്ങളുണ്ട്, സിംബോളിക് മീനിങ്സുമുണ്ട്. ഇതാണ് ഉപഭോഗത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്, അല്ലാതെ സാമ്പത്തിക കാരണങ്ങളല്ല. ആധുനിക സമൂഹങ്ങളിൽ ഉപഭോഗം സാമൂഹ്യ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഉപഭോക്താവ് ചില സാധനങ്ങൾ വാങ്ങുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത് വഴി തൻ്റെ സാമൂഹിക സാമ്പത്തിക പദവി അല്ലെങ്കിൽ സാംസ്കാരിക പരിഗണനകൾ വെളിപ്പെടുത്തുകയാണ് അവർ ചെയ്യുന്നത്. കമ്പനിയാകട്ടെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി പദവിയുടെയും സംസ്കാരത്തിൻ്റെയും പ്രതീകങ്ങൾ കാണിച്ച് ഉപഭോക്താവിനെ ആകർഷിക്കാനും ശ്രമിക്കുന്നു. വഴിവക്കിലും ടെലിവിഷനിലും നാം പ്രത്യേകം കാണുന്ന പരസ്യങ്ങൾ ഇത്തരം വിപണന തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും അത്യാവശ്യമുള്ളതും അനാവശ്യവുമായ എല്ലാ സാധനങ്ങളും വാങ്ങിക്കൂട്ടുവാനും അവ ഉപയോഗിക്കുവാനുമുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുകയാണ് ഉപഭോഗ സംസ്കാരം ചെയ്യുന്നത്. വൻകിട കുത്തക കമ്പനികളെല്ലാം ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി വലിയ വലിയ ആളുകളെ കൊണ്ട് പരസ്യം ചെയ്യിക്കുകയും അതിലൂടെ ഉപഭോക്താവിനെ ആകർഷിക്കുകയും അങ്ങനെ അവന് ആവശ്യമില്ലാത്ത വസ്തുവാണെങ്കിൽ തന്നെയും അവയെല്ലാം വാങ്ങിക്കൂട്ടുവാനും അവയെല്ലാം വീട്ടിലെത്തിക്കുവാനും ഉള്ള ഒരു മനോഭാവം അവനിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഉപഭോഗ സംസ്കാരത്തിൻ്റെ പ്രത്യേകത. എല്ലാം മറ്റുള്ളവരെയും അന്യരെയും കാണിക്കുന്നതിന് വേണ്ടി മാത്രം വാങ്ങുന്ന ഒരു മനോഭാവമാണ് ഉപഭോഗ സംസ്കാരത്തിലൂടെ ഉണ്ടാകുന്നത്.